ബോബി ചെമ്മണൂരിന് ജയിലിൽ പ്രത്യേക സൗകര്യം ഒരുക്കിയെന്ന ആരോപണത്തിൽ ജയിൽ വകുപ്പ് അന്വേഷണം തുടങ്ങി. ജയിൽ ഹെഡ്ക്വാർട്ടേഴ്സ് DIG വിനോദ് കുമാർ കാക്കനാട് ജില്ലാ ജയിലിലെത്തി. മധ്യമേഖലാ DIG അജയ് കുമാർ ബോബിക്ക് സഹായം ചെയ്തു എന്നായിരുന്നു ആരോപണം. സിജോ വി ജോൺ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. സിജോ, ഈ ആരോപണം ഉയരാനിടയായ സാഹചര്യം എന്താണ്? കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ജയിൽ വകുപ്പ് മധ്യമേഖല DIG അജയ് കുമാർ ജയിലിലെത്തുന്നത്. ഈ സമയം ബോബി ചെമ്മണ്ണൂർ ജയിലിലുണ്ടായിരുന്നു. ഈ ബോബി ചെമ്മണ്ണൂരിന് ചില സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തുവെന്നാണ് പറയുന്നത്. അതിന് പ്രധാനപ്പെട്ട 2 ആരോപണങ്ങളാണ് വരുന്നത്. ഈ സമയം ഈ മധ്യമേഖല ജയിൽ DIGക്കൊപ്പം 3 പേർ കൂടി വന്നിരുന്നു. ഈ 3 പേർ ബോബി ചെമ്മണ്ണൂരുമായി അടുത്ത സൗഹൃദമുള്ള ആളുകളാണ്. ഇവർ വന്ന വിവരം രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിട്ടില്ല. മാത്രമല്ല, ഇവർക്ക് ഈ രജിസ്റ്ററിൽ രേഖപ്പെടുത്താതെ തന്നെ ബോബി ചെമ്മണ്ണൂരിനെ കാണുന്നതിനും അവരുമായി സംസാരിക്കുന്നതിനുള്ള സൗകര്യം ഒരുക്കിയെന്നാണ് പ്രധാനമായും ഒരു കാര്യം പറയുന്നത്. രണ്ടാമത്തെ കാര്യം, ബോബി ചെമ്മണ്ണൂർ ഇവിടെ ജയിലിലെത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൈവശം പൈസ ഉണ്ടായിരുന്നില്ല. ജയിൽ DIG അജയ് കുമാർ എത്തി 200 രൂപ നൽകുന്നു. ഫോൺ വിളിക്കുന്നതിനൊക്കെ പണം നൽകേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായാണ് പണം നൽകുന്നത്. ആ പണം നൽകിയ വിവരം അദ്ദേഹം പണം നൽകിയും, പക്ഷേ ബോബി ചെമ്മണ്ണൂരിൻ്റെ കൈവശം ഈ പണം ഉണ്ടായിരുന്നുവെന്ന് എഴുതി ചേർത്തുവെന്നാണ് പറയുന്നത്. ഈ 2 ആരോപണങ്ങളാണ് നേരത്തെ വന്നിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണം നടത്തുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഇന്നലെ മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ഇടപെടുകയും ജയിൽ വകുപ്പ് DGPയോട് അടിയന്തരമായ റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെടുകയും ചെയ്തത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജയിൽ വകുപ്പ് ഹെഡ്ക്വാർട്ടേഴ്സ് DIG അല്പസമയം മുമ്പ് ഇവിടെ എത്തിയിരിക്കുന്നത്. എന്തായാലും ഇവിടുത്തെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കും, രജിസ്റ്റർ പരിശോധിക്കും. അതിനുശേഷം കൃത്യമായ ഒരു റിപ്പോർട്ട് ജയിൽ വകുപ്പ് DIGക്ക് നൽകും. ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. എന്തായാലും താൻ അത്തരത്തിലൊരു സഹായവും ചെയ്തു കൊടുത്തിട്ടില്ല എന്നുള്ള ഒരു കാര്യമാണ് അജയ് കുമാർ വ്യക്തമാക്കുന്നത്. താൻ വന്ന സമയത്ത് തന്നെ കാണാൻ വേണ്ടി 2 പേർ ഇവിടെ വന്നിരുന്നു. പക്ഷേ ഇത്തരത്തിൽ ഒരു കൂടിക്കാഴ്ചയ്ക്കുള്ള ഒരു അവസരവും താൻ ഒരുക്കി നൽകിയിട്ടില്ല. എന്തെങ്കിലും തരത്തിൽ തന്നെ കാണാൻ ആളുകൾ വന്നിട്ടുണ്ടെങ്കിൽ അവരെ കൃത്യമായി പരിശോധിക്കേണ്ടിയിരുന്നത് ഇവിടുത്തെ ജയിൽ ഉദ്യോഗസ്ഥരുടെ അവരായിരുന്നു നടപടികൾ സ്വീകരിക്കേണ്ടതെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഇന്ന് തന്നെ ഇത് സംബന്ധിച്ച പ്രാഥമിക റിപ്പോർട്ട് നൽകാൻ തന്നെയാണ് സാധ്യത.